നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും. ഇന്നലെ നടന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തേത്, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, കെ വാസുദേവൻ പിള്ള. കെ വാസുദേവൻ പിള്ള. അടുത്തത്, താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി, 1904 1904. നെക്സ്റ്റ് ചോദ്യം, മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വിഷവൃക്ഷം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ചോദ്യം, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മുസിരിസ്. ഓപ്ഷൻ ബി, മുസിരിസ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ദാമോദർ. ഓപ്ഷൻ ബി, ദാമോദർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, താരാപൂർ. ഓപ്ഷൻ സി, താരാപൂർ. നെക്സ്റ്റ് വൺ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. നെക്സ്റ്റ് വൺ, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ. ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ. നെക്സ്റ്റ് വൺ, ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഏപ്രിൽ 22. ഓപ്ഷൻ ഡി, ഏപ്രിൽ 22. അടുത്ത ചോദ്യം, പ്രശാന്തചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വച്ചത്. ആൻസർ ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉമാണ് ബന്ധമുള്ള പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ചോദ്യം, നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, വികസിത് ഭാരത്. വികസിത് ഭാരത്. വികസിത് ഭാരത്. അടുത്ത ചോദ്യം, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നാണ് ഇവിടുത്തെ ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, ഗൗട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലോകവ്യാപാര സംഘടന. ഈ ഉത്തരം തന്നെ എത്രയോ ചോദ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ഞാൻ തന്നെ
എത്രയോ പ്രാവശ്യം പറഞ്ഞ സംഭവമാണ് ലോക വ്യാപാര സംഘടന എന്നുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. നെക്സ്റ്റ് വൺ, ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ ജോഡികൾ 1, 2, 4 1, 2, 4 ഭരണഘടനാ പ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹ. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെ മൗലികാവകാശം എന്ന് പറയാം. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉദ്ഭവ അധികാരം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് ഇന്നലെ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ആൻസർ ഓപ്ഷൻ ഡി, ഉദ്ഭവാധികാരം. ഓക്കെ, നെക്സ്റ്റ് വൺ, രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ് ഉൾപ്പെടാത്തതായി വരിക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ക്രമമായി വന്നിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡീറ്റെയിൽഡ് ആയി നമുക്ക് പിന്നെ എടുക്കാം. നെക്സ്റ്റ് ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റി. അടുത്ത